സോഷ്യൽ മീഡിയയിൽ വീണ്ടും രേണു സുധി ഒരു സംസാര വിഷയമായിട്ട് വന്നിരിക്കുകയാണ്. സീക്രട്ട് ഏജന്റ് വീഡിയോ ഇടുന്നു, ഇറ്റ്സ് മീ കയസ് വീഡിയോ ഇടുന്നു. അങ്ങനെയുള്ള സോഷ്യൽ മീഡിയ റിവ്യൂവേഴ്സ് എല്ലാവരും ഈ പറയുന്ന രേണു സുധിയുടെ ഓരോരോ വീഡിയോസും ഇങ്ങനെ എടുത്ത് റിയാക്ഷൻ വീഡിയോസ് ഒക്കെ എടുത്ത് ഒരുപാട് വ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ എന്തൊക്കെയാണെങ്കിലും ഇന്നത്തെ ടോപ്പിക് രേണു സുധി തന്നെയാണ്. അപ്പോൾ രേണു സുധി ടോപ്പിക്കുകൾ നമ്മൾ സാധാരണ ചെയ്യാറുള്ള സമയത്ത് നമ്മൾ എടുത്ത് പറയുന്ന ഒരു കാര്യമാണ്. ഇത് കേൾക്കാൻ താല്പര്യമില്ലാത്തവർക്ക് ഇപ്പം തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്ത് പോകാം. അപ്പോൾ കുറച്ച് നാളുകളായിട്ട് രേണു സുധി, നമ്മുടെ സുധിച്ചേട്ടൻ്റെ മൂത്ത മകനായിട്ടുള്ള രാഹുൽ, അതായത് കിച്ചു സുധി, പിന്നെ നമ്മുടെ സോഷ്യൽ മീഡിയയിലെ സോ കോൾഡ് റിവ്യൂവർ ആയിട്ടുള്ള ഷഫീന ബീവി, ഇവർ മൂന്ന് പേരും സോഷ്യൽ മീഡിയയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് ഈ പറയുന്ന ചീത്ത വിളിയും തെറി വിളിയും ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്ഷേപിക്കുന്നതൊക്കെ നമ്മൾ ഒത്തിരി കണ്ടതാണ്. ഇപ്പോൾ രേണു സുധിയെ ബന്ധപ്പെട്ടുകൊണ്ട് സോഷ്യൽ മീഡിയ നമ്മുടെ അടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫുള്ള് കാണുന്നത് ഈ കോൺട്രവേഴ്സി മാത്രമാണ്. നിങ്ങൾ കാണുന്നുണ്ടോയെന്നറിയില്ല, ഫുള്ള് ഈ കോൺട്രവേഴ്സീസ് മാത്രം. ഈ ഷഫീന ബീവിയുടെ വീഡിയോ, കിച്ചു സുധി നമ്മുടെ രേണുവിനെ പറ്റി പറയുന്ന വീഡിയോ, അത്തരത്തിലുള്ള ഫുള്ള് കരച്ചിലും പിഴിച്ചിലും അതുപോലുള്ള കാര്യങ്ങൾ മാത്രം അതേ സ്ക്രോൾ ചെയ്താൽ തീരില്ല, അത്രയും വീഡിയോസ് ഉണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള വീഡിയോസൊക്കെ കാണുമ്പോൾ ഇതിനകത്തുള്ള മെയിൻ ടോപ്പിക് എന്ന് പറയുന്നത് ഈ പറയുന്ന രേണു സുധിയുടെ മകനായിട്ടുള്ള, അല്ലെങ്കിൽ ഈ പറയുന്ന സുധിച്ചേട്ടൻ്റെ മൂത്ത മകനായിട്ടുള്ള രാഹുൽ സുധിയെ നമ്മുടെ ഷഫീന ബീവി വിളിച്ചിട്ട് ചില കാര്യങ്ങൾ രേണുവിനെ പറ്റി പറയുകയും ഈ പറയുന്ന രേണു സുധി അത്ര ശരിയായിട്ടുള്ള ആളൊന്നുമല്ല എന്നുള്ള രീതിയിൽ രാഹുലിനോട് ഈ പറയുന്ന ഷഫീന ബീവി വിളിച്ച് ചില കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഇൻജെക്ട് ചെയ്ത് കൊടുക്കുകയും അതിനെ ബന്ധപ്പെട്ടുകൊണ്ട് കിച്ചു ചില കാര്യങ്ങളൊക്കെ തൻ്റെ വീഡിയോസിൻ്റെ ഭാഗമായിട്ട് പറയുന്നുണ്ട്. ഈ പറയുന്ന ഈ സുധിച്ചേട്ടൻ്റെ അന്ത്യോപചാര ചടങ്ങുകളുടെ ഭാഗമായിട്ട് ഈ പറയുന്ന ഈ രേണു സുധിയുടെ അച്ഛൻ കുറച്ച് പൈസ മുക്കിയതും ആ ഒരു കേസൊക്കെ കൃത്യമായിട്ട് കിച്ചു വന്നിരുന്ന് വീഡിയോയിലൊക്കെ പറഞ്ഞു. അപ്പോൾ അതിനുശേഷം രേണു സുധി ഈ പറയുന്ന ഷഫീന ബീവിക്ക് എതിരായിട്ടിട്ട വീഡിയോസ് ഇതൊക്കെ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ കിടന്ന് ഭയങ്കര ട്രെൻഡിങ്ങിൽ ഓടിക്കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തൊക്കെയാണെങ്കിലും ഒറ്റ വാക്കിൽ ഈ ഒരു വീഡിയോനൊരു മറുപടി പറയാനാണെങ്കിൽ രേണു സുധി ആയാലും ഷഫീന ബീവി ആയാലും രണ്ടും ഉടായിപ്പാണ്. ഷഫീന ബീവിൻ്റെ ഉടായിപ്പിൻ്റെ ഉസ്താദാ. നമ്മൾ ഒത്തിരി വീഡിയോസ് പല ടോപ്പിക്കുകളും ഷഫീന ബീവി പറയുന്നത് കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒറ്റ വാക്കിൽ പറയാം, രണ്ട് ഉടായിപ്പാണ്. ഈ പറയുന്ന കിച്ചു എങ്ങനെയെങ്കിലും ഇതിൻ്റെ രണ്ടിൻ്റെയും ഇടയിൽ നിന്ന് എവിടെയെങ്കിലും പോയി രക്ഷപ്പെടാനേ നമ്മൾ പറയുള്ളൂ. എന്തൊക്കെയാണെങ്കിലും ഈ ഷഫീന ബീവി പറയുന്നതോ അല്ലെങ്കിൽ രേണു സുധി പറയുന്നതോ കണ്ണടച്ച് വിശ്വസിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ വന്ന് കിച്ചു ഓരോരോ കാര്യങ്ങളിൽ തൻ്റേതായിട്ടുള്ള അഭിപ്രായങ്ങൾ പറയാൻ നിന്നിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ജനങ്ങൾക്കിടയിൽ സുധിച്ചേട്ടൻ്റെ മകൻ എന്നുള്ള രീതിയിൽ കുറച്ച് ഇഷ്ടം ഈ പറയുന്ന കിച്ചുവിനോടുണ്ട്. ആ ഒരു രീതിയിൽ കിച്ചുവിന് ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിലായാലും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലായാലും ഒത്തിരി ജനങ്ങളുടെ സപ്പോർട്ട് ഉണ്ട്, ഫോളോവേഴ്സ് ഉണ്ട്. അത്യാവശ്യം ഈ പറയുന്ന പോലെ പൈസ ഉണ്ടാക്കാൻ പറ്റിയ പല കാര്യങ്ങളും കിച്ചുവിന് ഈ പറയുന്ന സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെ കിട്ടുന്നുണ്ട്. അതിപ്പോൾ ജനങ്ങളുടെ സപ്പോർട്ട് ഉള്ളതുകൊണ്ടാണ് ഈ ഒരു ഭാഗ്യങ്ങളൊക്കെ കിച്ചുവിനെ തേടി എത്തുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ പറയുന്ന ഷഫീന ബീവിയോ രേണു സുധിയോ ഈറ്റിങ്ങളുടെ ഇടയിൽ നിന്ന് എങ്ങനെയെങ്കിലും എവിടെയെങ്കിലും പോയി ഓടി രക്ഷപ്പെടാൻ പറ്റുമെങ്കിൽ അത്രയും പെട്ടെന്ന് രക്ഷപ്പെട്ടോ, അത് മാത്രമാണ് പറയാനുള്ളത്. ഈ ഒരു ടോപ്പിക്കിനെ പറ്റി സംസാരിക്കാനായിട്ട് തീരെ താല്പര്യമില്ല. കാരണം ഇത് ഒത്തിരി സംസാരിക്കേണ്ടി വരും. കാരണം രേണു സുധി ഈ പറയുന്ന ഷഫീന ബീവിക്കെതിരെ തെറി പറഞ്ഞുകൊണ്ട്, ചീത്ത പറഞ്ഞുകൊണ്ട്, ശപിച്ചുകൊണ്ടും ഇഷ്ടമാരെ വീഡിയോസ് ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഷഫീന ബീവിയും രേണു സുധിക്കെതിരെ ഈ ഒരു ടോപ്പിക്ക് വെച്ചുകൊണ്ട് ഒത്തിരി വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അതും ഒരുമാതിരി പറയാൻ പോലും നമുക്കൊരു ഇഷ്ടക്കേട് തോന്നിക്കുന്ന രീതിയിലുള്ളൊരു ഭാഷയാണ് ഇവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോനെ ബന്ധപ്പെട്ടുകൊണ്ട് അല്ലെങ്കിൽ ഈ പറയുന്ന ഇവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഈ പറയുന്ന റിയാക്ട് ചെയ്ത് ഇട്ടുകൊണ്ടിരിക്കുന്ന വീഡിയോസിനെ ബന്ധപ്പെട്ടുകൊണ്ട് സംസാരിക്കാൻ ഞാനില്ല. എനിക്ക് കിച്ചുവിനോടാണ് സംസാരിക്കാനുള്ളത്. കിച്ചു ഇങ്ങനെ ഓരോരോ വീഡിയോസിനെയൊക്കെ ബന്ധപ്പെട്ടുകൊണ്ട് ഇവരെ ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോൾ ജനങ്ങൾക്കിടയിൽ ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു രണ്ട് കുരിശുകളുടെ ഇടയിൽ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ട് പോകാൻ ശ്രമിക്കുക. രേണു സുധി എനിക്ക് തോന്നുന്നു ഷഫീന ബീവിനെ വെച്ച് നോക്കുമ്പോൾ രേണു സുധി അത്രയും വലിയ പ്രശ്നക്കാരത്തിയല്ല. പുള്ളിക്കാരത്തി സ്വന്തം കാര്യം സിന്താവാന്നുള്ള രീതിയിൽ ഈ റീൽസും ഷോർട്ട് ഫിലിമൊക്കെ എടുത്ത് എങ്ങനെയെങ്കിലുമൊക്കെ ജീവിച്ചു പോകുന്ന ആളാണ്. ഷഫീന ബീവി അനാവശ്യമായിട്ട് ഇവരുടെ കുടുംബത്തിൽ കയറി ആവശ്യമില്ലാത്ത രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്ന രീതിയിലാണ് ഇപ്പോൾ നമുക്ക് സോഷ്യൽ മീഡിയയിലെ ഈ കാര്യങ്ങളൊക്കെ കാണുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പം എന്തൊക്കെയാണെങ്കിലും ഇത്തരത്തിലുള്ള പരിപാടിയൊക്കെ അവസാനിപ്പിച്ചിട്ട് മര്യാദക്ക് നിൽക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. അപ്പം എന്തൊക്കെയാണെങ്കിലും കിച്ചുവിനോട് നേരത്തെ പറഞ്ഞതുപോലെ എങ്ങനെയെങ്കിലും ഈ കിണറ്റിൽ നിന്ന് നീന്തി കയറി എവിടെയെങ്കിലുമൊക്കെ പോയി രക്ഷപ്പെട്ട് കരപറ്റി ഈ പറയുന്ന ജനങ്ങളുടെ ഇപ്പോൾ ഉള്ള ആ ഒരു സ്നേഹവും സപ്പോർട്ടൊക്കെ ഇതുപോലെ തന്നെ മുന്നോട്ട് കൊണ്ടുപോയി സന്തോഷമായിട്ട് ജീവിക്കുക. ഈ വീഡിയോസിനെയൊക്കെ ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ ഒരിക്കലും ഒരു റിയാക്ഷൻ ചെയ്യുന്നില്ല. അതിനെയൊക്കെ ബന്ധപ്പെട്ടുകൊണ്ട് സീക്രട്ട് ഏജന്റ്
ഇറ്റ്സ് മീ കയേഴ്സ് അത്തരത്തിലുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ ബന്ധപ്പെട്ടുകൊണ്ട് കൃത്യമായിട്ട് ഓരോരോ അഭിപ്രായങ്ങൾ സംസാരിക്കുന്നവർ കൃത്യമായിട്ട് വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ അതൊക്കെ പോയി കാണാം. ഈ ഒരു കാര്യത്തിൻ്റെ സത്യാവസ്ഥ എന്താണെന്നൊക്കെ അനലൈസ് ചെയ്യാം. താല്പര്യമില്ലാത്തവർക്ക് വിട്ടേക്കാം. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ലൈക്ക് ചെയ്ത് കാണുന്നവർ ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കാം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. താങ്ക്